ഹലോ, എന്താണ് മാഡം ഇവിടെ പരിപാടി? എന്താണ് ഇവിടെ പരിപാടി? ചായക്ക് കടിയുണ്ടോ എന്നാരെ ചോദിച്ചതാണ് വിളിച്ചിരുന്നു ഇവിടെ. വിച്ചല്ലേ? ആ വിച്ചാണ്. ഞാൻ ജസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചിട്ടല്ലേ ഉള്ളൂ. പണി മാറ്റി വന്നല്ലേ? അപ്പോ എന്തെങ്കിലും നുള്ളുറുമ്പ് പരിപാടികൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പാവല്ലേ. അപ്പൊ ശർക്കര ഒരു രണ്ടച്ചന്ന് ഇവിടെ ഉണ്ടായിരുന്നു. നാളികേരം ചേച്ചി തന്നു. കാടാമ്പുഴ പോയതായിരുന്നു ഒരുത്തർ. കാണിക്കാട്ടോ, വിച്ചുനെ കാണിക്ക. സൂപ്പറാണ് വെച്ചേക്ക. അപ്പൊ അന്ന് കൊണ്ടുവന്നില്ലേ അരിപ്പൊടി, അതിലൊരു നുള്ള് അരിപ്പൊടി ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ അതെടുത്തു. പിന്നെ അന്ന് ശർക്കര പറഞ്ഞൊരു ഒരു രണ്ടച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു. അതപ്പൊ ഞാന് എന്താ പറയാ, നാളികേരം ഇല്ലാത്തോണ്ട് ഇങ്ങനെ വെച്ചിരിക്കായിരുന്നു. എനിക്ക് അത് കുറെ ദിവസമായി അട കഴിക്കണം എന്നൊരു പൂതി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടി ഒത്തു വന്നപ്പോ നമുക്കിന്ന് എന്നൊരു സത്യം പറയട്ടെ, ഞാനൊന്ന് ഇപ്പൊ വർക്ക് കഴിഞ്ഞിട്ട് വണ്ടിയുമ്പോൾ ഇങ്ങനെ പോരുമ്പോ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്തു, അരിപ്പൊടി ഉണ്ടോന്നാവോ അവിടെ, നാളികേരം കിട്ടിയെന്ന് ഉച്ചയ്ക്ക് പറഞ്ഞല്ലോ. അപ്പം ശർക്കര ഉണ്ട്, അട ഉണ്ടാക്കിയ നാളെ കറി വെക്കാൻ നാളികേരം ഉണ്ടാവോ, അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കണക്കൂട്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. കറി വെക്കാൻ നാളികേരം ഒരു മുറി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കറി വെക്കാം. നമ്മുടെ അടുക്കളൊക്കെ ഒരു കഥയാണ് കേട്ടോ. ആരും കാണുന്നവര് വൃത്തിയാക്കാനിട്ടല്ല, ഇവിടെ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഈ കുഞ്ഞി അടുക്കളയിൽ ഇവിടെ നിന്ന് തിരിഞ്ഞിട്ട് വേണം എല്ലാം ചെയ്യാൻ. അതെ, അത്രയ്ക്കുള്ള സൗകര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ തിരിയാണെങ്കിൽ വളരെ നന്നാവും വർത്താനം പറയുമ്പോഴേ. അപ്പൊ ഞാൻ ഉണ്ടാക്കണ്ടേ. അപ്പൊ ഇവിടെ വെച്ച് പരത്തി വെക്കുന്ന ഇല വെക്കുന്നു. അതിലേക്ക് പാകത്തിന് കുഴച്ച് വെച്ച അരിമാവ് വെച്ച് വെറുതെ പരത്തുന്നു. ഇത് എല്ലാവരും വാഴയുടെ ഇലയിലൊക്കെ ഔട്ട് ഉണ്ടാക്കുക പാട്ടാ. നമ്മളെന്താ ഇലയിലുണ്ടാക്കണു? നമ്മള് ഈ ഇലയിൽ എല്ലാവരും ഉണ്ടാക്കാറുണ്ടോന്ന് അറിയില്ല. ഇത് പൊടെണ്ണിയുടെ ഇല എന്ന് പറയും. പൊടെണ്ണി എന്നല്ലേ പറയാ? പൊടിയെണ്ണി ചില നാട്ടിലേക്കൊക്കെ എന്താ പറയാന്നൊന്നും അറിയില്ല. ഈ ഇലയിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഇലയിലും അട ഉണ്ടാക്കും. ചുട്ടെടുക്കണ അട അല്ലേ, ഈ ഇലയിലാണ് ഉണ്ടാക്കുക. ഓക്കെ, ഇനി അതിലതാ നാളികേരം ഒന്നും കാണാനില്ലല്ലേ, കുറച്ചിടണുള്ളൂ കേട്ടോ. പിശുക്കിയിട്ട് അത് മതി, ആഗ്രഹത്തിന് മാത്രമുള്ളത്. അതെ, അപ്പോൾ വല്ലാതെ മധുരം വേണ്ടേനു. അപ്പോൾ അങ്ങനെ അടകൾ ഓരോന്നായിട്ട് ഇതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരത്തെ ഒരു ദിവസത്തെ ഓരോ ദിവസവും ആലോചനയാണ്, ഇന്ന് എന്തുണ്ടാക്കണം. ഇതിപ്പോ ഇന്ന് ഈ മാവ് എടുത്താൽ എന്താ അറിയോ പ്രശ്നമുള്ളത്? എന്താ പ്രശ്നം? നാളെ രാവിലേക്കൊന്നും ഉണ്ടാവില്ല. രാവിലേക്ക് ദാരിദ്ര്യം ഗൈസ്, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നാളെ നമുക്ക് കഞ്ഞി കുടിക്കാം. അതെ, എനിക്ക് കഞ്ഞി കുടിക്കാൻ പറ്റില്ല കേട്ടോ. അല്ല, ചേട്ടായി കഞ്ഞി കുടിക്കണ്ട, നിങ്ങൾ കുടിക്കുക. ഓക്കെ, നിങ്ങൾ കടയിൽ നിന്ന് 2 ദോശ കഴിച്ചോളൂ. അവിടെ ഹോട്ടൽ നടത്തുന്നത് സുബ്രേട്ടനല്ലേ? സുബ്രേട്ടനാണെങ്കിലും അല്ലെങ്കിലും പണിക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കണ്ടേ? അതെ, ഓക്കെ. വീട്ടിലിരിക്കുന്നവരെ എങ്ങനെയെങ്കിലൊക്കെ തള്ളി നീക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾ പണി മാറ്റി വന്നപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞു, അപ്പാപ്പല്ലേ വിശക്കുന്നുണ്ട്, നിന്നെ കണ്ടപ്പോഴേക്ക് വിച്ച് വിശക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്താ പറയുക, അവന് എന്നെ കാണുമ്പോൾ എൻ്റെ പോക്കറ്റിലാണ് പൈസ ഉണ്ടാവുക എന്നറിയാം. അപ്പോൾ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ വരണം എന്നുള്ളതൊക്കെ ആയിരിക്കും അവൻ്റെ കണക്ക്. ചിലപ്പോൾ എന്തോ പാവം ചെറിയ കുട്ടികളങ്ങനെ അപ്പാപ്പ് വേണമെന്നൊക്കെ പറഞ്ഞ് കരയുമ്പോഴേ നമുക്കത് വാങ്ങിക്കൊടുക്കാനുള്ളൊരു സാഹചര്യം ഇല്ലെങ്കിൽ ഒരവസ്ഥ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിയായിരുന്നോ? പിന്നെ അടിപൊളി ഉള്ളതുകൊണ്ടോണം പോലെ അല്ലേ. ഇതാണ് ഇലയട എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. വേവിട്ടില്ലേ? അത് തളിര ഇലയിട്ടേ ഇല ഒട്ടി പിടിക്കുന്നുണ്ടല്ലേ? ഇല ഒട്ടി പിടിക്കും. പിന്നെ ആ മാവ് ഒരു സോഫ്റ്റ് ആണ്. അത് എന്താ പറയാ, പത്തിരിയുടെ മാവാണ്. ചൂടുണ്ടാവും, ചൂടൊന്നൊരു വിഷയമല്ല അല്ലേ? അതിന് എന്താണ് വിച്ചു വേണ്ടത്? എന്താണത്? അതെന്താണ്? ചാനോ? ഇത് ചാന എത്ര വട്ട ഗാനാന്നറിയില്ല, മറ്റേ പഞ്ചാബി ഹൗസിൽ. നോനോ അതെടുക്കാൻ പാടില്ല.
അത് കയ്യില് ഇതിന്റെ താഴത്ത് തട്ടുമ്പോ ഇനിയില്ല കേട്ടോ, എന്താ 2 തട്ടല്ലേ ഉള്ളൂ, അല്ല വേറെ തട്ടുമണി വരുന്നില്ലേ? അതില്ല. അപ്പൊ നിങ്ങൾ വെള്ളം കൊടുക്കല്ലേ? ഓക്കെ, ഇതിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഇങ്ങനെ മൂക്കിലൂടെ അടിച്ച് കയറുന്നുണ്ട് കേട്ടോ. ഇനി ഇതുമ്മക്കുള്ള ഒരു ആക്രമണം ഇനി ഇവിടെ ഞങ്ങളെ പിന്നെ സൈന്യാധിപര് നിൽക്കുന്നത് കാണാല്ലേ, അതൊന്നും നിരത്തി വെക്കാൻ വേണ്ടി കാത്തു. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, കണ്ടില്ലേ? ഇതാ റെഡി ആയിട്ട് ഇരിക്കുകയാണ്, കസേരൊക്കെ കൊടുത്തിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്താ പറയാ ഈവനിങ് സ്നാക്ക് അല്ലേ? പല്ല് ചൂടാവൂട്ടോ. ക്യാമറാമാനോന്റെ വായിലൊക്കെ വെള്ളം ഉണ്ട് തോന്നുട്ടോ. അപ്പോ എന്തായാലും നമുക്ക് എല്ലാ വീടുകളും ഉണ്ടാക്കുന്നുണ്ടായിരിക്കും ഈ സാധനം. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്, പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പം എന്തായാലും പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വിലയേറിയ കമന്റുകൾ പറയാ. കമന്റുകൾ, ലൈക്കും കമന്റും ഒക്കെ ഞങ്ങൾക്ക് പൊതുവെ വളരെ കുറവാണ്. എന്തായാലും എല്ലാവരും ലൈക്കും കമന്റും ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത്, ഒരു പിശുക്കും കാണിക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ തൽക്കാലം ഞങ്ങൾ പോണു. ബൈ.